നമ്മളങ്ങനെ വീട്ടിൽ ഇരുന്ന് ചൂടെടുത്ത് ചൂട് സഹിക്കാൻ വയ്യാതെ ആനയടി കുളത്തിൽ കുളിക്കാം. ആനയടി കുളം ഒരുപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. കൂടെ താണ്ടെ ബാബു ഉണ്ട്, ഷാനു ഉണ്ട്, അതിലുണ്ട്. നമ്മൾ അങ്ങനെ കുളത്തിൽ കുളിക്കാൻ പോയാണ്. കുളത്തിൽ വന്നപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. ബാക്കി നമുക്ക് കുളത്തിൽ എത്തിയതിനു ശേഷം ഇടയ്ക്ക് കാണിച്ചു തരാം. നമ്മളിവിടെ എത്തിയപ്പോൾ വിചാരിച്ചതല്ല, വിചാരിച്ചതിനെക്കാട്ടി അപ്പുറം ആൾക്കാരുണ്ട്. ഇത് കണ്ടോ നിങ്ങൾ, ഒരു ലോഡ് ആൾക്കാരുണ്ട് കുളത്തിൽ. ബാക്കി കുളത്തിൽ ഇറങ്ങിയ ശേഷം കുളം കണ്ടിട്ടുണ്ടെങ്കിൽ ആരും പേടിക്കൊന്നും വേണ്ട. ഇവിടെ ആഴമില്ല, കറക്റ്റ് ഒരാൾ പൊക്കത്ത്. എൻ്റെ ഒരു നീളം ഞാൻ നിന്നാൽ തന്നെ ഇത്രയും ഹൈറ്റിൽ ഇവിടെ വെള്ളമൊക്കെ ഉള്ളു. ഏത് കൊച്ചു പിള്ളേർക്ക് വെള്ളം വന്ന് നീന്തൽ പഠിക്കാനും കുളിക്കാനും പറ്റിയ സ്ഥലമാണ്. ചാറേണ്ടില്ലേ കണ്ട നമുക്ക് ഇവിടെ വന്ന് ഏത് കൊച്ചു പിള്ളേർക്ക് നീന്തൽ പഠിക്കാനും കുളിക്കാനും പറ്റിയ അടിപൊളി സ്ഥലം കണ്ടില്ലേ. പൊടി പിള്ളേരൊക്കെ ഇവിടെ നീന്തി കളിക്കുന്നുണ്ടല്ലേ ഗൈസ്. നമുക്ക് അണ്ടർ വാട്ടർ ഷോട്ട് കൂടി കാണാം. പാടാ അപ്പം ഈ സ്ഥലത്തെ ലൊക്കേഷൻ ആർക്കെങ്കിലും വേണമെങ്കിൽ അവർ കമന്റ് ചെയ്യാം. ഒരുപാട് കരുനാഗപ്പള്ളിക്കാർക്കും കായംകുളക്കാർക്കും എല്ലാം അറിയാവുന്ന ഒരു സ്ഥലമാണ് ഇത്. നമ്മുടെ ആനേടി എവിടെയാണ് ഇത്? വഞ്ചിമുക്ക് എന്നൊരു സ്ഥലത്താണ് ഈ സ്ഥലം വരുന്നത്. അടിപൊളി സ്ഥലം. അത് പണ്ട് തൊട്ടേ ഇവന്റെ ഫോണാണ്. ആ ഫോണിന്റെ വിഷമമുണ്ട്. എന്റെ ഫോൺ ഡിസ്പ്ലേ പൊട്ടിക്കുന്നതിനാൽ എനിക്ക് അണ്ടർ വാട്ടർ ഷോട്ട് എടുക്കാൻ പറ്റത്തില്ല. പിള്ളേർക്ക് കുളിക്കാൻ പറ്റുമെന്നുള്ളതിന് ഇതിൽ വലിയ തെളിവ് എനിക്ക് കാണിക്കില്ല. ഇതുണ്ടല്ലേ ചാടാ എന്റെ പകുതി നീളം പോലാത്ത പിള്ളേരെ ചാടി ഉണ്ടല്ലേ. അപ്പൊ നമുക്കൊരു നീന്തൽ മത്സരം കാണാം. അതാ റെഡി 1 2 3 സ്റ്റാർട്ട്. ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫിഷ് തെറാപ്പി കിട്ടും. അപ്പൊ നമ്മുടെ കുളിയും എല്ലാം കഴിഞ്ഞു. എല്ലാവരും കരക്ക് കയറി എല്ലാവരും ഫ്രഷായി തിരിച്ച് പോകാൻ പോവുകയാണ്. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അന്നേരം നമ്മൾ അടിപൊളി ചായക്കട കയറി കടിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാണ്. അപ്പം ഇന്നത്തെ ഈ ചെറിയ വ്ളോഗ് ഇത്ര ഉള്ളായിരുന്നു. നമ്മൾ ഇനിയും വേറെ വ്ളോഗൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.